എക്ലാബ് ടോക്സ്. ഹായ്, ഞാൻ സജീവ് രാമൻ നമ്പിയത്ത്. എക്ലാബ് ആക്ടേഴ്സ് ട്രെയിനിങ് ലബോറട്ടറിയുടെ ഡയറക്ടറാണ്. എക്ലാബ് ടോക്സ് എന്ന ഈ പ്ലാറ്റ്ഫോം അഭിനയത്തെക്കുറിച്ച് ആഴത്തിൽ സംവദിക്കാനും ഒപ്പം തന്നെ വ്യത്യസ്തമായ എക്സസൈസുകളിലൂടെ കടന്നു പോകാനുമുള്ള ഒരു വേദിയായിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അഭിനയം എത്രയോ വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്കും അഭിനയിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും. നോക്കൂ, പോലീസ് ഓഫീസേഴ്സ്, എൻജിനീയേഴ്സ്, അതല്ലെങ്കിൽ IT പ്രൊഫഷണൽസ്, കൃഷിക്കാർ, അങ്ങനെ ഡോക്ടേഴ്സ്, വ്യത്യസ്ത ധാരകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്കും എവിടെയെങ്കിലും ഒരു കോണിൽ അഭിനയിക്കാനുള്ള ഒരു ആഗ്രഹം ഇല്ലാത്തവരായിട്ട് ചുരുക്കം മനുഷ്യരെ ഞാൻ കണ്ടിട്ടുള്ളൂ. അവർക്കെല്ലാം ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പുതിയതായിട്ട് കടന്നു വരുന്നവർക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എങ്ങനെയാണ് എനിക്ക് എൻ്റെ ഭയത്തെ മറികടക്കാൻ കഴിയുക? എങ്ങനെയാണ് ഞാൻ കൂടുതൽ കോൺഫിഡൻസ് ഉള്ള ഒരു ആക്ടറായിട്ട് മാറുക? എന്താണ് ഫണ്ടമെൻ്റൽസ് ഓഫ് ആക്ടിങ് എന്ന് പറയുന്നത്? എങ്ങനെ ഒരു ഒഡീഷനെ നമുക്ക് അതിൽ കൂടുതൽ ബെറ്റർ പെർഫോമേഴ്സ് ആവാനായിട്ട് പറ്റും? അതുപോലെ തന്നെ എങ്ങനെ ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാനായിട്ട് കഴിയും? ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങളുണ്ടാവും. ആ ചോദ്യങ്ങൾക്ക് നമ്മളാലാവും വിധമുള്ള മറുപടിയും ഒപ്പം തന്നെ പുതിയ പുതിയ എക്സസൈസുകളും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സെഷൻസിലൂടെയാണ് നമ്മൾ കടന്നു പോകാൻ പോകുന്നത്. ഇത് ആക്ടേഴ്സിന് വേണ്ടി മാത്രമുള്ളതല്ല. ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യർ, അവർക്ക് അവരുടെ വർക്കിൽ ബെറ്റർ പെർഫോമൻസ് ചെയ്യാൻ കഴിവുള്ളവരായി മാറണമെങ്കിൽ നിങ്ങൾക്കും കൂടിയുള്ളതാണ് എക്ലാബ് ടോക്സ്. അപ്പോൾ സ്വാഗതം എല്ലാവർക്കും എക്ലാബ് ടോക്സിലേക്ക്. നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഏറ്റവും വലിയൊരു ചോദ്യം നമുക്ക് ചോദിച്ചുകൊണ്ട് തുടങ്ങാം. വാട്ട് ഈസ് ആക്ടിങ്? എല്ലാവർക്കും ഉള്ളിലുള്ള ഒരു കൺഫ്യൂഷൻ. പല തരത്തിലാണ് ആളുകൾ ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ചില ആളുകൾക്ക് അതൊരു നമ്മൾ കാണുന്ന കാഴ്ചകളെ മനുഷ്യരെ ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതല്ലേ എന്നുള്ളതുണ്ടാവും. പ്രിറ്റൻഷൻ, അതാണോ അഭിനയം? അല്ലെങ്കിൽ ഒരുപാട് ഡയലോഗ്സിനെ ബൈഹാർട്ട് ചെയ്യാനുള്ളൊരു ശേഷിയാണോ അഭിനേതാവിനുണ്ടാവേണ്ടത്? അതാണോ അഭിനയം? അല്ലെങ്കിൽ വ്യത്യസ്തമായ ഇമോഷൻസ് നമ്മുടെ ഫേഷ്യൽ മസിലുകളിലേക്ക് അല്ലെങ്കിൽ കണ്ണുകളിലേക്ക് കൊണ്ടുവരാനുള്ള ആ കഴിവ്, അതാണോ അഭിനയം? നമ്മളെല്ലാം നമ്മുടെ കുട്ടിക്കാലത്തേക്കൊന്ന് പോവുക. നമ്മൾ എത്രയോ വ്യത്യസ്ത കഥാപാത്രങ്ങളായിട്ട് ജീവിതത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. കുട്ടിക്കാലത്ത് നമ്മൾ നമ്മുടെ പേരൻസായിട്ട് നമ്മൾ അഭിനയിച്ചിട്ടുണ്ട്. അധ്യാപകരായിട്ട് നമ്മൾ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടെ ടീനേജേഴ്സൊക്കെ ആയിട്ട് മാറുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെ കളിയാക്കാനായിട്ട് നമ്മൾ അവരായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ ഘട്ടത്തിലും നമ്മൾ പല വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളവരാണ്. സോ വാട്ട് ചേഞ്ച്ഡ്? അപ്പോൾ നമുക്ക് മനസ്സിലാവും, along the way, somewhere along the way, we started thinking acting is pretending, imitating. അതെങ്ങനെയാണ് ഉണ്ടായി വന്നത്? അതിനും കാരണമുണ്ട്. കാരണം നമ്മൾ ആദ്യം കണ്ട അഭിനയം എവിടെയായിരിക്കും? നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരിക്കും. സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലിനോ അവിടുത്തെ ഒരു പ്രോഗ്രാമിന് കുട്ടികളെ അധ്യാപകരൊക്കെ ഒരുക്കും, നാടകത്തിൽ അഭിനയിക്കാനൊക്കെ ഒരുക്കിയെടുക്കും. അവർ ഈ പറയേണ്ട ഡയലോഗുകളെല്ലാം തത്തമ്മേ പൂച്ച പറയുന്നത് പോലെ കുട്ടികളോട് പറയിപ്പിച്ചുകൊണ്ട് വലിയ വലിയ ഡയലോഗുകളൊക്കെ കുട്ടികളുടെ വായിലേക്ക് തിരികെ കയറ്റിയിട്ട് അത് സ്റ്റേജിൽ വന്ന് പ്രകടിപ്പിക്കും കുട്ടികൾ. അത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ അതാണ് അഭിനയം എന്ന് നമ്മൾ വിചാരിച്ചു. ചിലപ്പോൾ നമ്മുടെ അയൽപ്പക്കങ്ങളിലോ നമ്മുടെ അടുത്തുള്ള ഉത്സവപ്പറമ്പുകളിൽ പള്ളിപ്പെരുന്നാളുകളിലൊക്കെ നമ്മൾ നാടകങ്ങൾ കാണാൻ പോയിട്ടുണ്ട്. അവിടെ സ്റ്റേജിൽ അട്ടഹാസങ്ങളും ഘോരം ഗംഭീരമായിട്ടുള്ള ഡയലോഗ്സുകളും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു, അതാണ് അഭിനയം എന്ന്. നമ്മൾ സിനിമകൾ കാണാറുണ്ട്. അപ്പോൾ സിനിമകളിലെ കഥാപാത്രങ്ങളെ ആക്ടേഴ്സ് ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ അതിനെ അനുകരിക്കാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ ആക്ടേഴ്സ് എന്താണ് ചെയ്തിട്ടുള്ളത്? ആ കഥാപാത്രത്തിൻ്റെ സാങ്കല്പികമായ സാഹചര്യത്തെ അവർ കൺസീവ് ചെയ്ത രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ആ ആക്ടേഴ്സ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ എന്താ ചെയ്തത്? ആ ആക്ടേഴ്സിൻ്റെ ബോഡി ലാംഗ്വേജിനെ, ആ ആക്ടേഴ്സിൻ്റെ ശബ്ദത്തെ അനുകരിക്കാനായിട്ടാണ് നമ്മൾ ശ്രമിച്ചത്. അങ്ങനെ നമ്മുടെ ഉള്ളിൽ പ്രിറ്റൻഷൻ എന്ന് പറയുന്നതാണ് അഭിനയം എന്നുള്ളൊരു ധാരണ എവിടെയോ അറിഞ്ഞോ അറിയാതെയോ കടന്നുകൂടി.
പക്ഷേ ഗ്രേറ്റ് ആക്ടേഴ്സ് നെവർ ഫേക്ക്. ഒരിക്കലും പ്രിറ്റൻഷൻ അവർ ചെയ്യില്ല. നോക്കൂ, മമ്മൂട്ടി, മോഹൻലാൽ, അല്ലെങ്കിൽ നസറുദ്ദീൻ ഷാ, അൽപാച്ചിനോ, KPIC ലളിത, ഉർവശി, ശോഭന, എണ്ണിയാൽ ഒടുങ്ങാത്ത ഗ്രേറ്റ് ആക്ടേഴ്സ് ഉള്ള കണ്ട മനുഷ്യരാണ് നമ്മളെല്ലാം. അവരൊന്നും ഒരിക്കലും ഫേക്ക് ചെയ്യുന്നില്ല, അവർ പ്രിറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ആരെങ്കിലും മെറിൽ സ്ട്രീപ്പ് അഭിനയിച്ചത് കാണുമ്പോൾ ഓക്കെ, ആ മോഡുലേഷൻ കൊള്ളാം എന്ന് മാത്രമായിട്ട് പറയൂ? ഇല്ല, അത് ടോട്ടാലിറ്റിയിലാണ് നമ്മൾ കാണുന്നത്. ആ കഥാപാത്രത്തിൻ്റെ സമ്പൂർണതയിലാണ് നമ്മൾ അതിനെ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ആ ട്രൂത്ത് അവരെന്താണ് ചെയ്യുന്നത്? ഈ ഇമാജിനറി സർക്കംസ്റ്റൻസസിലേക്ക് ട്രൂത്തിനെ പ്ലേസ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ് ഗ്രേറ്റ് ആക്ടേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളത് നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ എവിടെയൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്. നോക്കൂ, നമ്മൾ ജീവിതത്തിൽ കെട്ടിയാടുന്ന വേഷങ്ങളെക്കുറിച്ചൊന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ പ്രൊഫഷണലായിട്ടുള്ള സ്ഥലത്ത്, നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾ ആരാണ്? നിങ്ങൾ ആ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നേരെ മറിച്ച് നമ്മൾ നമ്മുടെ ഫാമിലിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആരായി മാറുന്നു? ഫാമിലിയുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് നമ്മൾ മാറുന്നു. ഒരു ഫാമിലി മാനായിട്ട്, അല്ലെങ്കിൽ ഫാമിലിയിൽ ഉള്ള ഒരു ഏറ്റവും സന്തോഷത്തോടെ, അല്ലെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിട്ട് നമ്മൾ ആടുന്നു. നമ്മളുടെ ഏറ്റവും അടുത്ത സൗഹൃദങ്ങളിൽ നമ്മൾ ഇരിക്കുമ്പോഴോ നമ്മുടെ ഏറ്റവും റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു വെർഷനല്ലേ നമ്മൾ അവിടെ കാണിക്കുന്നത്. അങ്ങനെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ, വ്യത്യസ്ത വേഷങ്ങളിൽ നമ്മൾ സ്വയം ആടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ the question is not how to act. The real question is, who am I behind all these roles എന്നുള്ളതാണ്. അത് ഞാനാണ് അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ആരാണ് എന്നുള്ളതിലേക്കാണ് നമ്മുടെ യഥാർത്ഥ ചോദ്യം പോകേണ്ടത്. ആക്ട് ലാബിൽ നമ്മൾ പുതിയതായിട്ട് വരുന്ന ആക്ടേഴ്സിലേക്ക് ആദ്യം കൊടുക്കുന്ന ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരത്തെ തേടുക എന്നുള്ളതാണ്. അപ്പോൾ ജി ശങ്കരപ്പിള്ള എന്ന് പറയുന്ന മഹാനായിട്ടുള്ള നാടകക്കാരൻ, എഴുത്തുകാരൻ, അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട് അദ്ദേഹത്തിൻ്റെ ഭരതവാക്യം എന്ന നാടകത്തിൽ. പാമരനായ മനുഷ്യൻ ശൂന്യാകാശ വിദൂരതകൾ കാണാൻ അവൻ കണ്ണാടി ഉണ്ടാക്കും, പക്ഷേ സ്വന്തം ഉള്ളു കാണാൻ ഒരു നോട്ടപ്പാട് പോലും കണ്ണയക്കില്ല. അതാണ് യാഥാർത്ഥ്യം. നമ്മൾ നമ്മുടെ ഉള്ളിലേക്കുള്ളൊരു നോട്ടം അതുണ്ടാക്കുന്നില്ല. അവിടെ എന്ത് ഇവിടെ എന്ത് എന്നുള്ള നോട്ടം മാത്രമായിക്കൊണ്ടിരിക്കുമ്പോൾ അവനവനിലേക്കുള്ള നോട്ടത്തെ നഷ്ടപ്പെട്ടു പോകുന്നവരാണ് നമ്മൾ. അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ നമ്മുടെ ഇമോഷൻസിൽ നിന്നും ഡിസ്കണക്റ്റഡ് ആവുന്നു. അങ്ങനെ നമ്മൾക്ക് നമ്മുടെ ഇമോഷനെ തന്നെ ഡിസ്കണക്റ്റഡ് ആവുന്ന സമയത്ത് വ്യത്യസ്തമായ കഥാപാത്രങ്ങളുടെ ഇമോഷണൽ പാറ്റേൺസിനെ നമ്മൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? നമുക്കതെങ്ങനെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും? നമ്മളിൽ തന്നെ സപ്രസ്ഡ് ആണ്. നമ്മുടെ ശരീരത്തെ, നമ്മുടെ ശബ്ദത്തെ, നമ്മുടെ ചിന്തകളെ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പല സാഹചര്യങ്ങളും അതിനുള്ളത് ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളെ തന്നെ സപ്രസ് ചെയ്ത് നമ്മളെ തന്നെ അറിയാത്ത അവസ്ഥയിൽ നമുക്ക് ആ കഥാപാത്രത്തെ അറിയാൻ എങ്ങനെ കഴിയും? ഒരിക്കലും കഴിയില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഉദാഹരണത്തിന് ഞാനൊരു സിറ്റുവേഷൻ, നിങ്ങൾ ആകുന്ന ഒരു ആക്ടർക്ക് ഒരു സിറ്റുവേഷൻ അഭിനയിക്കാനായിട്ട് കിട്ടുന്നു. അത് അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, വളരെ ദുഃഖം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തെയാണ് നിങ്ങൾക്ക് അഭിനയിക്കേണ്ടത്. അതായത് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നഷ്ടപ്പെട്ടു പോയി, നിങ്ങളിൽ നിന്ന് അകന്നുപോയി, നിങ്ങൾ ദുഃഖിതനാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ദുഃഖമാണ് അവിടെ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഈ ഡിസ്കണക്റ്റഡ് ആയി കിടക്കുന്ന ആക്ടേഴ്സ് സ്വാഭാവികമായിട്ടും ട്രൈ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? ആക്ട് സാഡ് എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ ദുഃഖം അഭിനയിക്കാൻ തുടങ്ങും. നമ്മുടെ മസിലുകളിലൂടെയൊക്കെ ദുഃഖത്തെ അങ്ങനെ കൊണ്ടുവരാനായിട്ട് സ്ട്രഗിൾ ചെയ്യും. ആ കാര്യം ഓഡിയൻസ് ആ മൊമെൻറ്റിൽ തിരിച്ചറിയും. ഓഡിയൻസിന് അത് തിരിച്ചറിയാനായിട്ടുള്ള ശേഷിയുണ്ട്. അപ്പോൾ നേരെ മറിച്ച് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് യു ജസ്റ്റ് ഫീൽ ദാറ്റ്
സർക്കംസ്റ്റൻസസ്, ഇമാജിനറി സർക്കംസ്റ്റൻസസ്. ഓക്കെ, ഇതാണ് അവസ്ഥ. ഈ കഥാപാത്രം കടന്നു പോകുന്ന ഈ അവസ്ഥയെ നിങ്ങൾ ആ ഫീലിനെ പിടിക്കാനായിട്ട് ഒരു ശ്രമം നടത്തൂ. തിങ്സ് ചേഞ്ചസ്. ഒരുപാട് മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾക്ക് കാണാം. എവിടെയാണ് മാറ്റങ്ങൾ വരുന്നത്? നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം മാറും, നിങ്ങളുടെ കണ്ണുകൾ സോഫ്റ്റനാവാൻ തുടങ്ങും, വളരെ ശക്തമായൊരു നിശബ്ദത, പവർഫുൾ സൈലൻസ് നിങ്ങളിലേക്ക് കടന്നു വരും. സി, ട്രൂത്ത് ഈസ് നോട്ട് ലൗഡ്, ട്രൂത്ത് ഈസ് പ്രിസൈസ്. ഏറ്റവും അളന്നു തൂക്കി കൊടുക്കേണ്ട ഒരു കാര്യമാണ് അഭിനേതാക്കളുടെ സത്യസന്ധത എന്ന് പറയുന്നത്. കഥാപാത്രത്തിൻ്റെ സത്യത്തിലേക്ക് അത് അളന്നു തൂക്കി കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആക്ടേഴ്സ് പാത്ത് എന്ന് പറയുന്നത് സെൽഫ് അവെയർനെസ്സിൻ്റെ പാത്താണ്. സെൽഫ് അവെയർനെസ്സിൻ്റെ പാത്ത്, അതായത് ടു ആക്സസ് ദാറ്റ് ട്രൂത്ത് എന്താ നമുക്ക് ചെയ്യേണ്ടത്? നമുക്ക് ആ റെസിസ്റ്റൻസ് ആണ്, നമ്മൾ ഇമോഷൻസിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ റിമൂവ് റെസിസ്റ്റൻസ് ടു ഇമോഷൻസ്, അതാണ് നമ്മൾ ചെയ്യാനുള്ളത്. അങ്ങനെ ഇമോഷൻസിനെ നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്നത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എന്തിലേക്ക് എത്തും? അവൈലബിൾ ആവും. നമ്മൾ ഇമോഷണലി അവൈലബിൾ ആവും. അങ്ങനെ ആ ഇമോഷണലി അവൈലബിൾ ആയിട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് ഒതൻറ്റിസിറ്റി ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ഷനും ഒതൻറ്റിക് ആയിട്ട് മാറും. ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുള്ളവരാണ്, ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും. നമ്മളൊരു കോൺവെർസേഷൻ ശ്രദ്ധിക്കുക. വളരെ പെർഫെക്റ്റ് ആയിട്ട് അല്ലാത്ത ഒരു ഇംപെർഫെക്റ്റ് ആയിട്ട് ഒരു മനുഷ്യൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു കോൺവെർസേഷനിൽ. അപ്പോൾ ആ ഇംപെർഫെക്റ്റ് ആയിട്ടാണ് അയാൾക്ക് വാക്കുകൾ പറയുന്നതിന് അത്ര ശുദ്ധിയൊന്നുമില്ല, വടിവൊത്ത വാക്കുകളൊന്നുമല്ല. അയാൾ ഇംപെർഫെക്റ്റ് ആണ് സംസാരിക്കുന്ന കാര്യത്തിൽ. പക്ഷേ അയാൾ ഹോണസ്റ്റാണ്, പറയുന്ന കാര്യം വളരെ ഹോണസ്റ്റായിട്ടാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്കിൽ വി ലിസൺ. തീർച്ചയായിട്ടും നമ്മൾക്കത് കേൾക്കാനായിട്ടുള്ള ആ ഒരു ആഗ്രഹം അവിടെ ഉണ്ടായി വരും. നേരെ മറിച്ച് ഒരു മനുഷ്യൻ വളരെ പെർഫെക്റ്റായിട്ട് സംസാരിക്കുന്നു, അയാളുടെ വടിവൊത്ത വാക്കുകളാണ്. ഉദാഹരണത്തിന് നമ്മൾ തന്നെ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്, ചില ആളുകൾ പ്രസംഗിക്കുന്നൊക്കെ സമയത്ത് വളരെ വടിവൊത്ത ഭാഷയിൽ വടിവൊത്ത സംസാരമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഹോണസ്റ്റ് ഇല്ല എങ്കിൽ വി ഡിസ്കണക്ട്, അല്ലേ? അപ്പോഴേ ബോറടിക്കാൻ തുടങ്ങും, എത്രയായി ഇത് സഹിക്കുന്നത് എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ മാറിത്തീരാറുണ്ട്. അപ്പോൾ ആ ഹോണസ്റ്റിനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ചില ആക്ടേഴ്സ് നോക്കൂ, ഒരുപാട് കാലങ്ങളായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കാം അവരൊക്കെ. നാടകത്തിലാവട്ടെ സിനിമയിലാവട്ടെ ഒരേ ശൈലിയിൽ, ഒരേ ശബ്ദവീചികളിൽ തന്നെ, ഒരേ മോഡുലേഷൻസിൽ അഭിനയിച്ച് ശീലിച്ച ആളുകൾ, ഒരേ ബോഡി ലാംഗ്വേജിൽ മാത്രം അഭിനയിച്ച് ശീലിച്ച ആളുകൾക്ക്, ഏത് കഥാപാത്രത്തിലും അത് തന്നെ ശീലിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ നമ്മൾ കാണുമ്പോൾ നമ്മൾക്ക് ഈ ഹോണസ്റ്റ് പലപ്പോഴും ഫീൽ ചെയ്യില്ല. അത്തരം കഥാപാത്രങ്ങളൊന്നും കാലങ്ങളോളം നമ്മുടെ ഉള്ളിൽ നിലനിൽക്കില്ല. നേരെ മറിച്ച് ചില പെർഫോമൻസ്, ഒരു ചെറിയ പെർഫോമൻസ് പോലും ആവട്ടെ, ഹോണസ്റ്റായിട്ടാണ് ആ ആക്ടർ ആ കഥാപാത്രത്തെ എടുത്തിട്ടുള്ളതെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ കാലങ്ങളോളം അത് നിലനിൽക്കും. ഒരിക്കലും നമ്മളത് മറക്കില്ല. കാരണം എന്താ? മനുഷ്യന്, ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തിന് ട്രൂത്തിനെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ കഴിവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹയസ്റ്റ് ലെവൽ ഓഫ് ആക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെഗുലേറ്റഡ് വോൾണറബിലിറ്റി അതാണ് ഉണ്ടാക്കേണ്ടത്. അതായത് നമുക്ക് ഈ ഇമോഷൻസിനെ ആക്സസ് ചെയ്തുകൊണ്ട് ഇമോഷണൽ അവൈലബിലിറ്റി, ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള കഴിവ് അതുണ്ടാക്കിയെടുക്കുന്നിടത്താണ് ഗ്രേറ്റസ്റ്റ് പെർഫോമൻസസ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സസൈസിലേക്ക് കിടക്കാം. നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യേണ്ട ഒരു എക്സസൈസാണ്. ഓക്കെ, നിരന്തരം നിങ്ങൾക്ക് ജീവിതത്തിൽ ചെയ്യാവുന്ന ഒരു എക്സസൈസാണ് ഞാൻ പറയുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങളൊരു കോൺവെർസേഷൻ ഒബ്സർവ് ചെയ്യാം. രണ്ടുപേരോ അതിൽ കൂടുതൽ ആളുകളോ ഒരുമിച്ച് നിന്ന് സംസാരിക്കുന്നത്, അതൊരു ട്രെയിനിലാവട്ടെ, ബസ്സിലാവട്ടെ, അതല്ലെങ്കിൽ ഒരു കോഫി ഷോപ്പിലാവട്ടെ, നിങ്ങളുടെ വീട്ടിൽ തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ സ്വന്തം വീട്ടിൽ തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ ആ കോൺവെർസേഷൻ ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒബ്സർവ് കേട്ടോ, അല്ലാണ്ട് ജഡ്ജ്മെൻറ്റിലാവാൻ പോകരുത്. അപ്പോൾ ഒബ്സർവ് ചെയ്യുക. അപ്പോൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ?
എവിടെയാണ് വാക്കുകൾക്കിടയിലുള്ള പോസ് കൊടുക്കുന്നത്? അവരെവിടെയാണ് ആ ബ്രീത്തിനെ മാറ്റി തീർക്കുന്നത്? അവർ പറയുന്ന ഒരു വാക്കിനുള്ളിലുള്ള ടോൺ എന്താണ്? അത് ഈ സാഹചര്യവുമായിട്ട് ചേരുന്നതാണോ ആ ടോൺ? അതുപോലെ ആ വേർഡ്സിനുള്ളിൽ ഇമോഷൻസ് ഉണ്ടോ? ആ ഇമോഷൻസിനെ ക്യാരി ചെയ്യുന്നുണ്ടോ അവർ പറയുന്നൊരു വാക്ക്? അതോ വെറുതെ ദുർബലമായിട്ടുള്ള ഒരു വാക്ക് മാത്രമായിട്ട് തീരുന്നുണ്ടോ? ഒബ്സർവ്, ഡോണ്ട് ബി ജഡ്ജ്മെൻ്റൽ, ജസ്റ്റ് ക്ലോസ്ലി ഒബ്സർവ്. അപ്പം അങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പതിയെ പതിയെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോൾ സെൻസിറ്റിവിറ്റി കൂടും. മനസ്സിലായല്ലോ? നിങ്ങളാണ് അവിടെ വളരാൻ പോകുന്നത് ആ ഒബ്സർവേഷനിലൂടെ. അത് മറ്റുള്ളവരിൽ മാത്രമല്ല, ഒരു തവണ മറ്റുള്ളവരെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അവനവനിലാണ് ഒബ്സർവേഷൻ നടത്താൻ തുടങ്ങേണ്ടത്. അവനവനിൽ. നിങ്ങൾ ഒരു കോൺവെർസേഷനിൽ നിങ്ങൾ ഹോണസ്റ്റ് ആണോ? പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ടാണോ ഞാനിപ്പോൾ പറയുന്നത്? അല്ലെങ്കിൽ എന്നിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അവിടെ കറക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് സംസാരത്തിൽ ഒരു ഹോണസ്റ്റ് സ്വയം ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ അതിനെ സ്വയം അവിടെ വെച്ച് കറക്റ്റ് ചെയ്യുക. അങ്ങനെ സ്വയം നിങ്ങളെ തന്നെയും മറ്റുള്ളവരെയും ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒബ്സർവേഷൻ സെൻസിറ്റിവിറ്റി ഉണ്ടാക്കും. സെൻസിറ്റിവിറ്റിയുള്ള ആക്ടേഴ്സ് തീർച്ചയായിട്ടും ഗ്രേറ്റ് ആക്ടേഴ്സായിട്ട് മാറും. അപ്പം അതുകൊണ്ട് ഇത് ആക്ടേഴ്സിന് മാത്രമല്ല, ജീവിതത്തിൻ്റെ നാനാതുറകളിൽ വർക്ക് ചെയ്യുന്നവരും നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഇന്ന് തന്നെ സ്റ്റാർട്ട് ഒബ്സർവിങ് അതേഴ്സ് ആൻഡ് ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ് ആൻഡ് യുവർ ഇന്നർ വേൾഡ്. അങ്ങനെ കീനായിട്ടുള്ള ഒബ്സർവേഷൻ ഇന്നു മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഗ്രേറ്റ് ആക്ടിങ് സ്റ്റാർട്ട്സ് ഓൾവേസ് ഫ്രം വിത്തിൻ. നമ്മളിൽ നിന്ന് തന്നെയാണ് ആ വലിയ അഭിനേതാവ്, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് അത് ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്നു മുതൽ അത് സ്റ്റാർട്ട് ചെയ്യുക. എല്ലാവർക്കും ഇത്രയും നേരം എന്നെ കേട്ടിരുന്നതിനും ഒപ്പം തന്നെ തീർച്ചയായിട്ടും ഞാൻ കേവലമായി പറയുന്ന വാക്കുകളല്ല, ഇന്ന് നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യൂ, അതിൻ്റെ മാറ്റം അനുഭവിച്ചറിയൂ. അടുത്ത സെഷനിൽ നമ്മൾക്ക് പുതിയ ഒരുപാട് എക്സസൈസുകളുമായിട്ട് നമ്മൾ വീണ്ടും ഇനിയും കാണും. അപ്പോൾ അടുത്ത സെഷൻ വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.